കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. തിരുവചനത്തിൽ ഒരു വേദഭാഗമുണ്ട്. പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് പൗലൂസ് എഴുതിയ 2-ാമത്തെ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം, 2 കൊരിന്ത്യർ 9:15. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഇത് പൗലോസ് ശ്ലീഹ കൊരിന്ത്യരോട് പറയുന്നത് കൊരിന്ത് സഭയിൽ അടക്കം ആദിമ സഭകളിൽ ഒരു ഫിനാൻഷ്യൽ കളക്ഷൻ അവരെടുക്കുകയാണ്. ജെറുസലേമിലുള്ള വിശ്വാസികൾക്ക് ഭൗതികമായ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയപ്പോൾ അവരെ സഹായിക്കുവാനായി തീത്തോസ് എന്ന ദൈവദാസൻ നേതൃത്വം കൊടുത്ത് ഒരു കളക്ഷൻ ഉണ്ടാക്കി. ഈ ബൈബിളിൽ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം, ദ്രവ്യശേഖരം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ കൊരിന്ത്യരോട് പറയുകയാണ്, നിങ്ങൾ അതിന് കൊടുക്കാനായി വാഗ്ദാനം ചെയ്ത തുക അതിന് ഇനി പെട്ടെന്ന് കളക്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കണം, നിങ്ങളത് തീരുമാനിച്ചതാണല്ലോ എന്ന് പറഞ്ഞു വന്നിട്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ, നിങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് തീരുന്നു എന്ന് മാത്രമല്ല, അവരുടെ ആ ദാരിദ്ര്യത്തിൽ നിങ്ങൾ കൊടുത്തത് അവരെ അനുഭവിക്കുമ്പോൾ അവരുടെ ഹൃദയം തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും. അങ്ങനെ ദൈവത്തിന് അത്യന്തം അനവധി സ്തുതിയും നന്ദിയും ചെല്ലുവാനിടയായിത്തീരും. ഇത് പറഞ്ഞിട്ടാണ് പൗലൂസ് അവസാനിപ്പിക്കുന്നത്. പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം. ദൈവം ദാനങ്ങളുടെ ഒരു ദൈവമാണ്. ഒരു രാജാവിൻ്റെ അടുക്കൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ വില മേടിച്ചിട്ടൊന്നും തരില്ല. രാജാവ് രാജോചിതമായി ദാനമേ ചെയ്യുകയുള്ളൂ. അറിയാതെ മനുഷ്യർക്ക് ഒരു ചിന്ത എവിടുന്നൊക്കെയോ വന്നിട്ടുണ്ട്, ദൈവം നമുക്ക് എന്തെങ്കിലും തരണമെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും കാഴ്ച കൊടുക്കണം, ദൈവത്തിന് എന്തെങ്കിലും നമ്മൾ കൊടുക്കണം. നെവർ. ദൈവം ഒരിക്കലും മനുഷ്യരിൽ നിന്നൊന്നും സ്വീകരിച്ചിട്ട് മടക്കി തരുന്നവനല്ല. അവൻ എല്ലാം തരുന്നവൻ മാത്രമാണ്. അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലൂസിൻ്റെ ഒരു പ്രസംഗം എഴുതിയിരിക്കുക. അവൻ എല്ലാവർക്കും സർവ്വം നൽകുന്നവന്, അല്ലാതെ മനുഷ്യ കൈകളിൽ നിന്ന് ശുശ്രൂഷ ആഗ്രഹിക്കുന്നവനല്ല. ആ വേദഭാഗം ഞാനൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഹീസ് എ ഗിവർ. ദൈവം ദാനങ്ങളുടെ ദൈവമാണ്. അതാണ് ഇന്ന് നാം തിരുവചനത്തിൽ നിന്ന് ഗ്രഹിക്കാൻ പോകുന്നത്. ദൈവം ദാനങ്ങൾ നൽകുന്നവന്. ഈസ് എ ഗിവർ ഓഫ് ഗിഫ്റ്റ്സ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദാനങ്ങൾ നൽകുവാൻ, ഗിഫ്റ്റ് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് നമുക്കൊക്കെ എന്തിഷ്ടമല്ലേ. കുഞ്ഞുങ്ങൾക്കൊരു ഗിഫ്റ്റ് ഒന്ന് കൊടുത്തു നോക്കി, അവർ തുള്ളിച്ചാടും. എന്തിന്? നമുക്കൊരാൾ തരുന്ന ഒരു ഗിഫ്റ്റ്, അതിൻ്റെ വിലപിടിപ്പല്ല നമ്മളെ ആകർഷിക്കുന്നത്, അതിൻ്റെ പുറകിലുള്ള സ്നേഹം. അത് ചെറിയതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, നമ്മളെ വളരെയധികം നമ്മുടെ ഹൃദയത്തെ അത് ആകർഷിച്ചു കളയും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വിലപ്പെട്ട ഗിഫ്റ്റ് മാത്രമേ രാജാതിരാജാവായ ദൈവം തരികയുള്ളൂ. ഒരു രാജാവ് രാജോചിതമായിട്ടേ തരത്തുള്ളൂ. ദൈവം മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുക്കുന്നവനാണ്. മനുഷ്യർക്ക് കൊടുക്കുന്ന ദാനങ്ങൾ രണ്ടായിട്ട് തിരിക്കാം. അതാണ് നമ്മളിന്നിവിടെ തുടർന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന്, എല്ലാവർക്കും കൊടുക്കുന്ന ദാനങ്ങൾ. ഒന്നാമത് നമ്മൾ കേൾക്കാൻ പോകുന്നതാണ് മനുഷ്യർക്കെല്ലാവർക്കും. അതിന് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും കൊടുക്കുന്ന ദാനങ്ങൾ. അതിലൊന്നാമത്തേതാണ് സൂര്യപ്രകാശം, വായു, വെളിച്ചം, ഭക്ഷണം, എല്ലാം എല്ലാവർക്കും. അത്
ഇന്നവർക്കേ കൊടുക്കത്തുള്ളെന്ന് വെച്ചിട്ടില്ല. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ച വാക്യം. അവൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും നൽകുന്നവന്. നമ്മൾ വായിച്ചു, നാം വലിക്കുന്ന ശ്വാസം, അതിൻ്റെ വില നമ്മൾ പലപ്പോഴും ഓർക്കുന്നില്ല. ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ദിവസം ഒരു ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് നമുക്ക് ശ്വാസം വലിക്കേണ്ടി വന്നാൽ, എനിക്കറിയില്ല അതിൻ്റെ എത്രയാണ് തുക, 1000 രൂപ എന്ന് വെച്ചാൽ തന്നെ ഒരു മാസം 30,000 രൂപയാവും. ഒരു വർഷമോ ഒരു 4 ലക്ഷം രൂപ ആവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ജീവകാലം എത്ര കോടി രൂപയുടെ ഓക്സിജനാണ് നമ്മൾ വലിക്കുന്നത്, അത് നമ്മൾ അറിയുന്ന പോലുമില്ല. നമ്മൾ കടലിൽ കിടക്കുന്ന മത്സ്യം ആരും വളർത്തിയില്ല, നമുക്ക് പിടിച്ചുകൊണ്ട് വരിക. അതിൻ്റെ ലേബർ ചാർജ് മാത്രമേ നമ്മൾ ഈ 200, 300, 500, 800 ഒക്കെ ഇപ്പോൾ കിലോയ്ക്ക് വില. അതിൻ്റെ ലേബറിന് കൊടുക്കുന്ന വില, ആ വസ്തുവിന് വിലയില്ല. അതുപോലെ വെള്ളം, സൂര്യപ്രകാശം, എന്താ നമ്മൾ പറയുക, സോൾ ഫ്രീ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്. മനുഷ്യന് ദൈവം ദാനങ്ങൾ കൊടുത്തിരിക്കുക. അത് സർവ്വജനത്തിനും കൊടുത്തിരിക്കുക. അത് അവരുടെ നന്മയോ തിന്മയോ നോക്കുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം പറയുമ്പോൾ അവരുടെ നന്മയും തിന്മയും നോക്കിയല്ല ദൈവം ഇത് കൊടുക്കുന്നത്. ആ വാക്ക് ഞാനൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 44, 45 വാക്യങ്ങൾ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർ കൊണ്ട് പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകണം, ദൈവസ്വഭാവമുള്ളവരായി തീരണം എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ സ്വഭാവം പറയാൻ, ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാർക്കും നീതികെട്ടവർക്കും മഴ പെയ്ച്ചു കൊടുക്കുകയും ചെയ്തു. സോ മനുഷ്യരുടെ നന്മ തിന്മകൾ നോക്കാതെ ദൈവം ജീവനും ശ്വാസവും ഭക്ഷണവും സൂര്യവെളിച്ചവും എല്ലാം നൽകുകയാണ്. അതെ, സകലർക്കും ദൈവം കൊടുക്കുന്ന ഒന്നാമത്തെ ദാനം നമ്മൾ അനുഭവിക്കുന്ന പ്രകൃതി നന്മകളാണ്. ഇനി സകലർക്കും ദൈവം കൊടുക്കുന്ന രണ്ടാമത്തെ ദാനവും ഏറ്റവും വിലപ്പെട്ടതുമായ ദാനം മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിനെ പ്രത്യേക ഒരു സഭയ്ക്ക് കൊടുത്തതല്ല, സഭയ്ക്ക് മാത്രമായിട്ട് കൊടുത്തതല്ല, ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് കൊടുത്തതല്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ ഹോൾ ഹ്യൂമാനിറ്റി. സകല മനുഷ്യജാതിക്ക് വേണ്ടി ദൈവം കൊടുത്ത ഏറ്റവും വലിയ ദാനമാണ് യേശു ക്രിസ്തു. വളരെ പ്രസിദ്ധമായ വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ആ വാക്യം ഒന്ന് എടുത്തു തന്നെ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മുഴു ലോകത്തെയും സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ മുഴു ലോകത്തിനു വേണ്ടി കൊടുത്തു. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഗിഫ്റ്റ് ഫോർ ദ ഹോൾ വേൾഡ്. എല്ലാവർക്കും കൊടുത്ത, ശ്വാസം കൊടുത്തതുപോലെ, വെള്ളം കൊടുത്തതുപോലെ, വെളിച്ചം കൊടുത്തതുപോലെ ആരെന്നില്ല, എല്ലാവർക്കുമായി കൊടുത്ത ദൈവത്തിൻ്റെ ദാനമാണ്, ഏറ്റവും വിലപ്പെട്ട ദാനമാണ് കർത്താവായ യേശു. രക്ഷകനായി നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് മുഴുവൻ വേണ്ടിയതെല്ലാം ദൈവം ദാനമായി തന്നെങ്കിൽ, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് നിത്യജീവന് വേണ്ടിയത് മുഴുവൻ ദാനമായി തന്നു. അത് മറ്റാരുമല്ല, കർത്താവായ യേശുവാണ്. പക്ഷേ ഈ യേശുവാകുന്ന ഈ ദാനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന കുറേ ദാനങ്ങളുണ്ട്. അതാണ് രണ്ടാമത്തെ സെറ്റ് ഓഫ് ഗിഫ്റ്റ്സ്. ഒന്നാമത്തെ ഗിഫ്റ്റ് എല്ലാവർക്കും കിട്ടുന്ന, രണ്ടാമത്തെ ഗിഫ്റ്റ് ഈ യേശുവിനോട് കൂടെ കിട്ടുന്ന ദാനങ്ങളാണ്. ആ ക്രിസ്തുവിൻ്റെ കൂടെ നമുക്ക് ചില ദാനങ്ങൾ കിട്ടുന്നെന്ന് വചനം പറയുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അവനോട് കൂടെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ദാനങ്ങളുടെ ഒരു പാക്കേജാണ് സ്വീകരിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഒരു പാക്കറ്റ് നമ്മുടെ കയ്യിലോട്ട് തരിക, അതൊന്ന് തുറന്നു നോക്കി, അതിനകത്ത് കുറേ അധികം ദാനങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും മനുഷ്യൻ എല്ലാവർക്കും ലഭിക്കുന്ന
ദാനങ്ങളായ ഭൗതിക ആവശ്യങ്ങൾ, സൂര്യവെളിച്ചം, വായു, വെള്ളം, ഈ നമ്മുടെ ശരീരത്തിന് വേണ്ട ആവശ്യങ്ങൾ കൊണ്ട് തൃപ്തരാകുക. എന്നാൽ ദൈവം കൊടുത്ത ഏറ്റവും വലിയ ദാനം എല്ലാവർക്കും കിട്ടും, യേശുവാണ്. ആ ക്രിസ്തുവിൻ്റെ സുവിശേഷമായി ഇന്ന് ലോകമെങ്ങും പ്രസംഗിക്കപ്പെടുന്നു. അതൊരു മതത്തെക്കുറിച്ചല്ല, ദൈവം കൊടുത്ത ഗിഫ്റ്റാണ് ജീസസ് ക്രൈസ്റ്റ്. എല്ലാവർക്കും വേണ്ടി അവനെ നിർത്തിയിരിക്കുകയാണ്, എല്ലാവരുടെയും മുമ്പിൽ അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് വേറൊരു വേദഭാഗം പറഞ്ഞു. എല്ലാവർക്കുമായി അവൻ ഉയർത്തെഴുന്നേറ്റു, എല്ലാവർക്കുമായി അവൻ മരിച്ചു, എല്ലാവരുടെയും പാപം അവൻ ചുമന്നു. പക്ഷേ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ അതോടുകൂടെ സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളെക്കുറിച്ചുകൂടെ കേട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആദ്യമായി നമുക്ക് ലഭിക്കുന്ന ദാനത്തിന് രക്ഷ, സാൽവേഷൻ, എന്തൊക്കെയോ വലിയ ശിക്ഷയിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്നുള്ള രക്ഷ, വീണ്ടെടുപ്പ്, പാപമോചനം, ഇതെല്ലാം ഉൾപ്പെടുന്ന നമ്മുടെ ആത്മാവിൻ്റെ വിടുതൽ. ഈ തകരാൻ പോകുന്ന ലോകത്ത് നിന്ന് നമ്മുടെ ആത്മാവിന് വീണ്ടെടുക്കപ്പെടാൻ പോവുക. നമ്മുടെ ഒരു സൽക്കർമ്മങ്ങൾ കൊണ്ടോ നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും കാഴ്ചകൾ കൊണ്ടോ അർപ്പണങ്ങൾ കൊണ്ടോ ലഭിക്കാത്ത ഒന്ന് ദാനമായി നമുക്ക് തരാൻ പോവുക. വിശ്വസിച്ചാൽ മാത്രം മതി. പലപ്പോഴും ഈ മോക്ഷ അല്ലെങ്കിൽ രക്ഷ എന്നൊക്കെ നമ്മൾ പറയുന്ന ആത്മാവിൻ്റെ ആ നിത്യ അനുഭവം, സ്വർഗീയ അനുഭവം, മരണാനന്തരമുള്ള ആ നിത്യജീവൻ, അത് എങ്ങനെങ്കിലും പ്രവർത്തിച്ച് നേടാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന ഒരു യഹൂദ മതത്തിൽപ്പെട്ട ഒരു നല്ല ചെറുപ്പക്കാരൻ, സൽസ്വഭാവിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സമ്പന്നനുമാണ്. അവൻ മോശയുടെ ന്യായപ്രമാണമൊക്കെ ഒരു നന്നായി അനുഷ്ഠിക്കുന്നവനാണ്, ഒരു നല്ല ജീവൻ നടത്തുന്നയാളാണ്. 10 കൽപ്പനയൊന്നും താൻ ലംഘിക്കാറില്ല. വ്യഭിചാരം ചെയ്യുക, മോഷ്ടിക്കുക, മോഹിക്കുക, ഇതൊക്കെ സൂക്ഷിച്ച് പള്ളിയിൽ പോകുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ. അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുക, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ ന്യായപ്രമാണം അനുഷ്ഠിക്കുക, മോശ പറഞ്ഞൊക്കെ ചെയ്യും. കർത്താവിനറിയാം ഇവനെ നന്നായിട്ട്, നീ ചെയ്തല്ലേ നേടാൻ പോകുന്നത്, ചെയ്യും. ഉടനെ അവൻ പറയാണ്, ഞാനിതെല്ലാം ചെറുപ്പം മുതൽ അനുഷ്ഠിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ ചെയ്ത്തൊക്കിലൊക്കെ ഞാൻ എൻ്റെ ഒരു മാർക്ക് വെച്ച് ഞാൻ നോക്കിയിട്ട് ഞാൻ കൊള്ളാം. ഉടനെ കർത്താവിനോട് പറഞ്ഞു, ശരി അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ നോക്കിയിട്ട് നിനക്കൊരു കുറവുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് മുഴുവൻ വിതരണം ചെയ്തിട്ട് എന്നെ വന്ന് അനുഗമിക്കും. എന്നാലും നിത്യജീവൻ കിട്ടുമെന്ന് പറയില്ല, എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്ക് എന്നാണ് പറയുന്നത്. അതതിനകത്തെ മർമ്മം. നീ ഇതെല്ലാം വിറ്റിട്ട് വാ. ഉടനെ നമ്മൾ വായിക്കുന്നവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് വിഷമിച്ച് പോയി. ഉടനെ ശിഷ്യന്മാർ യേശുകൊണ്ട് ചോദിക്കുമോ, അങ്ങനെയാണെങ്കിൽ ആരാ അവിടെ സ്വർഗത്തിൽ പോകാൻ പോകുന്നത്? നിത്യജീവൻ ഇനി ആർക്കാ കിട്ടുക? ഇത്രയും കട്ടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോ ഞങ്ങളവിടെ വരണമെങ്കിൽ? യേശുവേ, ഞങ്ങൾ വിഷമിച്ച് പോവുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യരാൽ അസാധ്യം, ബൈ ദ വേ ഓഫ് ഡൂയിങ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പ്രവൃത്തിയാൽ, കർമ്മങ്ങളാൽ അത് അസാധ്യമാണ്. നീ എത്ര കർമ്മം അനുഷ്ഠിച്ചാലും, നീ എത്ര പ്രവർത്തിച്ചാലും, നീ എത്ര പെർഫെക്റ്റ് ആകാൻ നോക്കിയാലും നീ തന്നെ നിനക്ക് മാർക്ക് കിട്ടേ, ഒരിക്കലും 100ൽ 100 മാർക്ക് കിട്ടത്തില്ല. ഈ ന്യായപ്രമാണത്താൽ, പ്രവൃത്തിയാൽ ദൈവസന്നിധിയിൽ കയറാവോ എന്ന് ചോദിച്ചാൽ കയറാം, 100ൽ 100 മാർക്ക് മേടിച്ചാൽ മതി. പക്ഷേ യാക്കോബ് പറയുകയാണ്, നീ ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ പോലും ഞാൻ ഫുൾ പെർഫെക്റ്റ് ആണെന്ന് ആർക്ക് പറയാൻ പറ്റും? അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്കൊരു രക്ഷകൻ്റെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഈ TV പ്രോഗ്രാം കേൾക്കുന്നെങ്കിൽ ദയവായി ഓർപ്പിക്കുക, നിങ്ങൾക്കുള്ളതല്ല. ഈ നാളൊരിക്കൽ ഒരു ശുശ്രൂഷകൻ പറഞ്ഞായിട്ട് കേട്ടു, ഞാൻ കുറച്ച് നല്ല ആൾക്കാരെ, ഈ കുഴപ്പമുള്ളതിനെയൊന്നും എൻ്റെ സഭയെ വേണ്ട, കുറച്ച് നല്ല ആൾക്കാരെ കൂട്ടി ഒരു സഭ തുടങ്ങാൻ പോവുക, ചുമ്മാ പ്രശ്നക്കാരൊന്നും വേണ്ട. ഉടനെ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പോയത്, അതൊരു ഡോക്ടർ പറയുന്ന പോലെ, ഞാൻ കുറച്ച് ഈ രോഗമുള്ളവരെയൊന്നും ഞാൻ എടുക്കത്തില്ല, സൗഖ്യമുള്ളവരെ എല്ലാം കൂടെ അഡ്മിറ്റ് ചെയ്ത് ആശുപത്രി തുടങ്ങാൻ പോവുക. ഇതൊരു മഠയത്തരാണ് പറയുന്നത്. യേശു ക്രിസ്തു തന്നെ കുഴപ്പമുള്ളവർക്ക് വേണ്ടി വന്നതാണ്, സ്വയം അച്ചീവ് ചെയ്യാത്ത, അപ് ടു ദ മാർക്കിൽ ചെല്ലാൻ പറ്റാത്തവർക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ രക്ഷ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ടോ കിട്ടുന്നതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്.
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അതോട് കൂടെ ലഭിക്കുന്ന ഒന്നാമത്തെ ദാനമാണ് ആത്മരക്ഷ, പാപമോചനം, നിത്യജീവൻ, സ്വർഗം. എന്താ പേരിടുക? മോക്ഷമെന്നോ എന്നാണോ? ദാറ്റ്സ് എ ഗിഫ്റ്റ്. എന്നെ കേൾക്കുന്നവരൊന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ, യേശുവിനെ ഒന്ന് സ്വീകരിച്ച്, പിന്നെ ഞാൻ ചെയ്തത് തീർന്നില്ലല്ലോ എന്നുള്ള ആ ചിന്തയങ്ങ് മാറും. അതുകൊണ്ട് ആ ക്രൂശിൽ വെച്ച് കർത്താവ് ഒടുവിൽ പറഞ്ഞ വാക്ക്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ കഴിയാഞ്ഞത് മുഴുവൻ ഞാൻ ചെയ്തു തീർത്തു. നിങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ പറ്റാഞ്ഞ മുഴുവൻ ഞാൻ പിതാവിന് കൊടുത്തു തീർത്തു. നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മാത്രം മതി. വാസ്തവത്തിൽ നമ്മുടെ 0 മാർക്കിൻ്റെ മാർക്ക് ലിസ്റ്റ് അങ്ങ് മേടിച്ചിട്ട് കർത്താവിൻ്റെ 100 തന്നിരിക്കുക. ഇനി കർത്താവിൻ്റെ മാർക്ക് ലിസ്റ്റുമായി പിതാവിൻ്റെ മുമ്പിൽ ചെന്നാൽ മതി. അതുകൊണ്ടാണ് ക്രൂശിന്മേൽ വെച്ച് നമുക്കെതിരായിട്ടുള്ള കൈയെഴുത്ത് മുഴുവൻ യേശു മായ്ച്ചെന്ന് കൊലോസ്യ ലേഖനം പറയുന്നത്. നിങ്ങൾ ചെയ്ത തെറ്റ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ, അകൃത്യങ്ങൾ മുഴുവൻ യേശു മായ്ച്ചു. എന്നിട്ട് തൻ്റെ മാർക്ക് നമുക്കിട്ട് തന്നിരിക്കുക. ബൈ ഫെയ്ത്ത്, വിശ്വസിച്ചാൽ മാത്രം മതി. ആ വിശ്വാസം മനുഷ്യർക്ക് ഉണ്ടാകാനാണ് സുവിശേഷ പ്രസംഗം വെച്ചിരിക്കുന്നത്, മതം മാറ്റാനല്ല. ക്രിസ്തു ക്രൂശിൽ ചെയ്ത ഈ വിശ്വാസമാർഗം ലോകത്തെ അറിയിക്കുക. എല്ലാവരും ഇത് കേൾക്കണം. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ആ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് വിശ്വസിച്ചാൽ മതി. സ്വർഗീയവരുന്ന് വരുമൊന്നും വേണ്ട. ജസ്റ്റ് ബിലീവ്. യേശു നിങ്ങൾക്കായി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തു, ജീവിക്കുന്നു. യേശു ഇതാ അടിയൻ, എനിക്ക് സ്വയം രക്ഷ നേടാൻ ഒക്കില്ല, ഐ ബിലീവ് യു എന്ന് പറയുമ്പോൾ ഈ നിമിഷം രക്ഷ നിങ്ങളുടേതായി മാറുക. അതിനെക്കുറിച്ചാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അല്ല പിന്നെ എൻ്റെ പ്രവൃത്തി കൊണ്ടാകട്ടെങ്കിൽ, ഞാൻ കൊടുത്തിട്ടാകട്ടെങ്കിൽ, നാളെ സ്വർഗത്തിൽ ചെന്നിട്ട് ഞാൻ പറയും, ഞാൻ കൊടുത്തിട്ട് വന്നാൽ കേട്ടോ, ഇത്ര പൈസ കൊടുത്ത് മേടിയതാ. ആർക്കും പ്രശംസിക്കാനിട തരണം. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. ഏറ്റവും കൊള്ളരുതാത്ത അധമ പാപിക്കും, കുരിശിൽ കിടന്ന കള്ളനും, ചുങ്കക്കാരൻ സക്കായിക്കും മാത്രമല്ല, ആ നല്ല മനുഷ്യനായ കൊർന്നല്യോസിനും അല്ലെങ്കിൽ നിക്കോദമോസിനും 2 പേർക്കും ദൈവം ദാനമായിട്ടേ കൊടുക്കത്തുള്ളൂ. ഒരാളാ നീ കൊള്ളാം അതുകൊണ്ട് സ്വർഗത്തിൽ കയറിക്കൊന്ന് പറയത്തില്ല. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ കല്ലെറിയുന്നവനും എറിയപ്പെടുന്ന വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും 2 പേരും തുല്യപാപികളാണ്. 2 പേർക്കും ദാനമായി വെച്ച് നീട്ടുക. നമുക്ക് ആർക്കും പറയണ്ട, അവരവരൊക്കെ സഭയിൽ പോയിരിക്കുന്നത്, ഇവനൊക്കെ ഇപ്പോൾ സഭയിൽ ഇപ്പം ഉപദേശിയാണെന്ന് പറഞ്ഞ് നടക്കുക. അതേന്നേ, കാരണം അങ്ങനെയുള്ളവരെ കർത്താവ് ഉപദേശിയാക്കാൻ പോവുക. കർത്താവിന് തിരിഹിതമാണെങ്കിൽ നമ്മളെന്തോ ചെയ്യും? നമ്മുടെ മനസ്സിലെ മാർക്കനുസരിച്ചല്ലല്ലോ കർത്താവ് ആൾക്കാരെ വിളിക്കുന്നത്. ഇവനൊക്കെ ഇപ്പോൾ ആശുപത്രി അഡ്മിറ്റ് ആയിരിക്കുന്ന പറയുന്ന പോലത്തെ മഠയത്തരം. അത് നിശ്ചയമായിട്ടും ഒരു ചുങ്കക്കാരനെയും, ചുങ്കക്കാരൻ ലേവിയെയും, ഒരു ചുങ്കക്കാരൻ സക്കായിയെയും, ഒരു എരിവുകാരനായ ശിമോനെയും ഒക്കെ തൻ്റെ, അപ്പോൾ തന്നെ പൗലുസിനെ പോലൊരു പരീശനെ ഒക്കെ തൻ്റെ ശുശ്രൂഷകനാക്കുവാൻ കർത്താവിന് ഹിതമാണ്. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ്. സോ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഫ്രീ ഗിഫ്റ്റാണ് രക്ഷ. വെളിപ്പാട് പുസ്തകം പറയുന്നു, രക്ഷ എന്നത് ദൈവത്തിൻ്റെ ദാനം. ആർക്കും അത് അച്ചീവ് ചെയ്യാനൊക്കത്തില്ല, ആർക്കും വില കൊടുത്ത് മേടിക്കാനൊക്കത്തില്ല, എല്ലാവർക്കും ദാനമായിട്ട് കൊടുക്കത്തുള്ളൂ. ഈ രക്ഷയെ, ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന അടുത്ത ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. ദൈവിക തൃത്വത്തിലെ 3-ാമനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും, നമ്മുടെ ജീവിതത്തിൽ വരും, നമ്മളെ കൈപിടിച്ച് നടത്തും. നമുക്ക് കാണാൻ മേലെന്നേ ഉള്ളൂ. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവും, പരിശുദ്ധാത്മാവെന്ന ദാനം ഞാൻ പിതാവിനോട് മേടിച്ച് നിങ്ങൾക്ക് തരും. അവൻ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും, അവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഞാൻ ദേ പോവാ, യേശു പറഞ്ഞു, പക്ഷേ ഞാൻ ഒരാളെ അയക്കും, കാര്യസ്ഥനായി, ഹെൽപ്പറായി, ആലോചനക്കാരനായി, നല്ല കൗൺസിലറായി നിങ്ങളുടെ കൂടെ ഇരിക്കും. ഇതാ ക്രിസ്ത്യൻ ലൈഫ്, അല്ലാതെ ഏതോ പള്ളിയുടെ അംഗമായതോ മതം മാറിയതോ ഒന്നുമല്ല. ഹാവിങ് ദ ഹോളി സ്പിരിറ്റ് ആസ് എ ഗൈഡ് വിത്ത് അസ് ഓൾവേസ്. നമ്മുടെ കൂടെ ഒരു ഗൈഡായി, നമ്മുടെ കൂടെ കൈപിടിച്ച് നടക്കുന്ന ഒരു ഫ്രണ്ടായി, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ കൂടെ ദൈവം ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അല്ല ക്രിസ്തീയ പള്ളിയിൽ ചേർന്ന കാര്യമല്ലത്. ഇറ്റ്സ് ഹാവിങ് അവർ ക്രിയേറ്റർ, ഇറ്റ്സ് ബീയിങ് വിത്ത് അവർ മോൾഡർ. നമ്മളെ മോൾഡ് ചെയ്ത, നമ്മളെ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നടക്കുന്ന അനുഭവം. പരിശുദ്ധാത്മാവാണ് അടുത്ത ദാനം. ഒരു വാക്ക് ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2:38. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ദാനം ലഭിക്കും. ഒരു മന്ത്രവാദിയായിരുന്നിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മന്ത്രവാദമൊക്കെ വിട്ടുവന്ന ഒരു വ്യക്തി, പക്ഷേ അയാളുടെ
മനസ്സ് പിന്നെ ശരിയായിരുന്നില്ല. ആ മനുഷ്യൻ താൻ ഈ അത്ഭുതങ്ങളും മന്ത്രവാദം വഴിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ പത്രോസ് ചെയ്യുന്ന ദൈവപ്രവൃത്തികൾ തനിക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കൊന്ന് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ പൈസായുമായിട്ട് പത്രോസിൻ്റെ അടുത്ത് വരുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ വേണ്ടി. നമ്മൾ വായിക്കുന്നു അപ്പോസ്തല പ്രവൃത്തി 8:18 മുതൽ. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാനും ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം നീ പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നിരൂപിക്കുകൊണ്ട് നിൻ്റെ പണം നിന്നോട് നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ഇറ്റ്സ് എ ഗിഫ്റ്റ്. പരിശുദ്ധാത്മാവിനെ ഇന്ന് ലോകത്ത് മനുഷ്യർ ഈ സമാധാനത്തിന് വേണ്ടി എന്തോ വേണേൽ കൊടുക്കും. കോടികൾ മുടക്കാൻ തയ്യാറാണ്. ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി ഏത് വലിയ ടൂറിസ്റ്റ് സ്പോട്ടും പോകാൻ അതും ഇതുമൊക്കെ ചെയ്യാൻ മനുഷ്യൻ നോക്കുക. ജടിക ഉല്ലാസങ്ങൾ, മദ്യപിച്ച് നോക്കുന്നു, അത് നോക്കുന്നു, ഒക്കെ നോക്കുന്നു. പക്ഷേ സമാധാന സന്തോഷം കിട്ടുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് വരുന്നതോടെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഏറ്റവും വലിയ ദാനമാണ് സമാധാനവും സന്തോഷവും. റോമർ 14:17 പറയുന്നു, ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല. സ്വർഗത്തിൽ പോകാൻ ദൈവരാജ്യം മനുഷ്യനെ ആഗ്രഹിക്കുക, ലോകത്ത് തന്നെ ഏറ്റവും നല്ല സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുക, എന്തെങ്കിലുമൊക്കെ പ്ലഷേഴ്സിൽ പോകാൻ ആഗ്രഹിക്കുക. എന്നാൽ പറയാണ്, ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ഞാൻ വാസ്തവം പറയാം, യേശു കർത്താവിൽ വിശ്വസിച്ചത് പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിക്ക് ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലൂസിനെയും പത്രോസിനെയൊക്കെ ജയിലിലിട്ടപ്പോൾ സുഖമായിട്ട് അവിടെ ആരാധിക്കുക, കിടന്നുറങ്ങുക, മഹാസമാധാനം അനുഭവിക്കുക. ഈ ലോകത്തിലെല്ലാം ഉണ്ടെങ്കിൽ ഒരു ലോട്ടറി അടിച്ചിട്ട് ചിരിക്കാൻ ആർക്കാ പറ്റാത്തത്? പക്ഷേ ഏത് പ്രതിസന്ധിയിലും തുള്ളിച്ചാടുന്നൊരു ഹൃദയം, ഈ ലോകത്തിലെ ഒന്നും ബാധിക്കാത്ത, ഈ ലോകത്തിന് എടുക്കാനോ തരാനോ കഴിയാത്ത, ഈ ലോകത്തിൽ ഒന്നിനും തരാനോ തിരിച്ചെടുക്കാനോ കഴിയാത്ത മഹാസന്തോഷം ക്രിസ്തു ഉള്ളിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അത് ഒരു ക്രൈസ്തവ പേരുള്ളതുകൊണ്ട് കിട്ടത്തില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വേണം. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിൽ ഒന്നിനും തരാനൊക്കത്തില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പരിശുദ്ധാത്മാവിനെ സൗജന്യമായി പ്രാപിക്കുക. യേശു ക്രിസ്തുവിന് ഹൃദയം വിട്ടുകൊടുക്കുക. ദൈവം തരുന്ന ദാനങ്ങളായ കാറ്റും വെളിച്ചവും വെള്ളവും ഭക്ഷണവും അതുകൊണ്ട് തൃപ്തിപ്പെടല്ലേ. അത് ഈ ശരീരത്തിന് മാത്രമാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ച് അതിൻ്റെ കൂടെ ഇതും കിട്ടും. മുമ്പേ നിങ്ങൾ അവൻ്റെ രാജ്യം അന്വേഷിച്ച് അതോടെ ഉണ്മാനും ഉടുപ്പാനുള്ളതെല്ലാം നിങ്ങളുടെ പുറകെ വരും. നോക്കുക, ദൈവം സകല മനുഷ്യർക്കും കൊടുക്കുന്ന ദാനങ്ങളായ വെള്ളവും വെളിച്ചവും വിശ്വസിക്കുന്ന മക്കളുടെ പുറകെ വരേണ്ടതാണ്. പക്ഷേ വിശ്വസിക്കാത്തവർ അതിൻ്റെ പുറകെ നടക്കുക. വിശ്വാസി എന്ന് പറയുന്നവരും വിശ്വാസം കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ പണത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് പുറകെ നടക്കും. പക്ഷേ യേശുവാകുന്ന ഇടയൻ്റെ പുറകെ പോയാൽ മതി, നന്മയും കരുണയും നമ്മുടെ പുറകെ വരും. അതൊന്നും വേണ്ടെന്നല്ല, എല്ലാം വരും. നമുക്ക് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാം. സൗഖ്യം വേണോ അത് കർത്താവ് തരും. ഭൗതിക വിടൽ വേണോ അത് തരും. ആദ്യം യേശുവിനെ ഒന്ന് സ്വീകരിച്ച് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ദാനം യേശുവാണ്. ആ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആ കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന രക്ഷ, പരിശുദ്ധാത്മാവ്, സമാധാന, സന്തോഷം, നിത്യജീവൻ്റെ പ്രത്യാശ, ഇതെല്ലാം ഈ കേൾക്കുന്ന ഓരോ മക്കൾക്കും ലഭിക്കട്ടെ. ഇന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്തിലായിരിക്കുമെന്നുള്ള ഉറപ്പ് ക്രിസ്തു മുഖേന ലഭിക്കട്ടെ. യേശുവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ മക്കളെ സഹായിക്കണം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. അപ്പോൾ തന്നെ കർത്താവേ, അങ്ങ് വിശ്വസിക്കുന്ന ഏവർക്കും രോഗസൗഖ്യം കൊടുത്തു, വിടുതൽ കൊടുത്തു. അത് കർത്താവെ ആരെന്ന് കർത്താവ് നോക്കിയില്ല, വിശ്വസിച്ച് ഏവർക്കും കൊടുത്തു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗികളായി കേൾക്കുന്നവർ സൗഖ്യമാകട്ടെ, ഭാരങ്ങൾ വിട്ടുമാറട്ടെ, ഭയങ്ങൾ വിട്ടുമാറട്ടെ, ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ഈ നിമിഷം അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ.